ഗാസയിലേക്ക് ആവശ്യ സഹായങ്ങളുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് ബോട്ടുകളുടെ വ്യൂഹത്തെ തടഞ്ഞ് കസ്റ്റഡിയിലെടുത്ത ഇസ്രയേൽ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ ത്യൂൻബ അടക്കമുള്ളവരെ നാട് കടത്തുമെന്ന് അറിയിച്ചു. ഇവരെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയതായും അവരുടെ രാജ്യങ്ങളിലേക്ക് നാട് കടത്തുമെന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത്. ഗ്രറ്റയുടെയും മറ്റു പ്രവർത്തകരുടെയും ചിത്രങ്ങളും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഗാസയിൽ പട്ടിണി നേരിടുന്നവർക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 45 ബോട്ടുകളുമായി ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല എന്ന ബോട്ടുകളുടെ വ്യൂഹം യാത്ര തിരിച്ചത്. ഗ്രറ്റ ത്യൂൻബയെ കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടെയുള്ളവർ ബോട്ടുകളിലുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്ന് ആരംഭിച്ച ബോട്ടുകൾ ടുണീഷ്യയിൽ തങ്ങിയ ശേഷമാണ് യാത്ര തുടർന്നത്. സ്പെയിനിന്റെയും ഇറ്റലിയുടെയും നാവിക കപ്പലുകൾ ഈ ബോട്ടുകളുടെ വ്യൂഹത്തിന് സഹായത്തിനായി വിന്യസിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെയോടെയാണ് ഇവരുടെ വ്യൂഹം ഗാസയിലെത്തുമെന്ന് സംഘം അറിയിച്ചിരുന്നത്. ബുധനാഴ്ച രാത്രി 8:30 അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ചാണ് ഇസ്രയേൽ സൈന്യം അൽമ, സിറിയസ്, അദാര തുടങ്ങിയ ബോട്ടുകൾ നിയമവിരുദ്ധമായി തടഞ്ഞതെന്ന് സംഘാടകർ പ്രസ്താവനയിൽ അറിയിച്ചു. ബോട്ടുകളുമായുള്ള ആശയവിനിമയ ബന്ധം നഷ്ടപ്പെട്ടതായും അവർ കൂട്ടിച്ചേർത്തു. ബോട്ടുകൾ തടഞ്ഞതായി ഇസ്രയേൽ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യാത്രക്കാരെ സുരക്ഷിതമായി ഇസ്രയേൽ തുറമുഖത്തേക്ക് മാറ്റുകയാണെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഇസ്രയേൽ നടപടിക്കെതിരെ ലോകമൊന്നാകെ പ്രതിഷേധിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ നടപടിക്കെതിരെ റോം, ബ്രസൽസ്, ഇസ്താംബുൾ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി. ഇറ്റലിയിലെ പ്രധാന തൊഴിലാളി യൂണിയൻ രാജ്യവ്യാപക ബന്ദിന് ആഹ്വാനം ചെയ്തു. ഇസ്രയേൽ നയതന്ത്രജ്ഞരെ പുറത്താക്കാൻ കൊളംബിയ ഉത്തരവിട്ടു. ഫ്ലോട്ടില്ല തടഞ്ഞ നടപടി അംഗീകരിക്കാനാവില്ലെന്ന UN പ്രത്യേക റിപ്പോർട്ടിൽ ഫ്രാൻസിസ്ക അൽബനീസും കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയും പറഞ്ഞു. നടപടി ഭീകരകൃത്യമായും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായും സ്പെയിൻ, കൊളംബിയ, ഇറ്റലി തുടങ്ങിയ ലോകരാജ്യങ്ങൾ വിലയിരുത്തി. ഇറ്റലിയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനായ CGIL കപ്പൽ വ്യൂഹത്തെ തടഞ്ഞതിൽ ഇന്ന് രാജ്യവ്യാപക പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഫ്ലോട്ടിലേക്ക് ഐക്യദാർഢ്യവുമായി ഡസൻ കണക്കിന് തുർക്കി ബോട്ടുകളും പലസ്തീൻ പതാകയുമായി ഹദായ് തീരത്ത് യാത്ര ചെയ്തു. ഫ്ലോട്ടിലേക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ കൊളംബിയയിൽ നിന്നുള്ള മുഴുവൻ ഇസ്രയേലി നയതന്ത്ര പ്രതിനിധി സംഘത്തെ പുറത്താക്കാൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഉത്തരവിട്ടു. അതിനിടെ സംഘത്തിലെ ഒരു കപ്പൽ ഇസ്രയേലിന്റെ ഉപരോധ മേഖല മറികടന്ന് ഗാസ തീരത്തേക്ക് നീങ്ങി. ഇതാദ്യമായാണ് ഒരു കപ്പൽ ഇസ്രയേൽ ഉപരോധം ഭേദിക്കുന്നത്. എന്നാൽ മുഴുവൻ കപ്പലുകളും പിടിച്ചെടുത്ത് അസ്തോ തുറമുഖത്തേക്ക് നീക്കിയതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ഓഗസ്റ്റ് 31 സ്പെയിനിലെ വിവിധ തുറമുഖങ്ങൾ, തുനീഷ്യ, ഇറ്റലിയിലെ സിസിലി എന്നിവിടങ്ങളിൽ നിന്നായി പുറപ്പെട്ട 44 ചെറുകപ്പലുകളാണ് ഇസ്രയേൽ പിടികൂടിയത്. കപ്പലിൽ 40-ലധികം രാജ്യങ്ങളിൽ നിന്നായി 500ഓളം ആക്ടിവിസ്റ്റുകളാണുള്ളത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ ത്യൂൻബെ, ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം എമ്മ ഫോര്യു, ബാഴ്സലോണ മേയർ അഡ കൊലോഫ് തുടങ്ങി അറസ്റ്റിലായ മുഴുവൻ പേരെയും അസ്തോ തുറമുഖത്തോട് ചേർന്ന തടങ്കൽ പാളയത്തിലേക്ക് മാറ്റി. ആക്ടിവിസ്റ്റുകളെ ചോദ്യം ചെയ്യുന്നത് വീക്ഷിക്കാൻ തീവ്ര വലതുപക്ഷ മന്ത്രി ഇതാമർ ബെൻ ഗവിർ സ്ഥലത്തെത്തി. പിടികൂടിയ ആക്ടിവിസ്റ്റുകളെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.